ഗുഡ് മോർണിംഗ് എല്ലാവരും ഇരുന്നേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിലോട്ട് കയറുന്നില്ലെന്ന് വിചാരിച്ചതാ. പിന്നെയും എനിക്കങ്ങോട്ട് മനസ്സ് വന്നില്ല. അതാ പിന്നെ ഞാൻ വന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങൾ നല്ല ബ്രില്യൻറ്റ് കുട്ടികളാണ്, ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും നല്ല ബ്രില്യൻറ്റ് കുട്ടികളാണെന്നാ. പക്ഷെ നിങ്ങളുടെ എക്സാമിന്റെ പേപ്പർ നോക്കിയപ്പോഴത്തേന് എനിക്ക് ഓരോന്നുങ്ങളോട് വന്ന ദേഷ്യം. ഞാൻ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇതുപോലൊരു ക്ലാസ് കയറോ എവിടെ പോയിരുന്നു? ഇനി ഞാൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവാൻ നോക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കുറച്ചിങ്ങനെ നിങ്ങളോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നതുകൊണ്ടാണ് നിങ്ങൾ ആരും ഒന്നും പഠിക്കാത്തതെന്ന് പൊതുവേ ടീച്ചേഴ്സ് റൂമിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പം ഞാൻ ഇനി കുറച്ച് സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങുക. ഇനി ഇതുപോലെ ആരെങ്കിലും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിന് പുറത്ത് നിൽക്കണം. പിന്നെ പാരന്റ്സിനെ കൊണ്ടുവന്നിട്ട് അകത്തോട്ട് കയറിയാൽ മതി കേട്ടോ. എല്ലാവരോടും കൂടെയാണ് പറയുന്നത്. ഞാൻ എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കുന്നത് എല്ലാത്തിനെയും? ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്വം എന്തെങ്കിലും വേണ്ടേ? കുറച്ച് പേര് ആ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുറച്ച് പേർക്ക് യാതൊരുവിധ ബോധവും ഇവരെവിടെ ഇരിക്കുന്നതെന്ന് പോലുള്ള ഒരു വിചാരമില്ല. പിന്നെ കുറച്ച് പേര് സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് പോകും, അവർ ക്ലാസ്സിൽ കയറാറില്ല. നിങ്ങൾക്ക് എന്നാ എക്സാം എഴുതിയിട്ടുള്ള മാർക്കൊന്നും നിങ്ങൾക്ക് വേണ്ടായോ? നിങ്ങൾക്ക് ഈ സ്പോർട്സ് കളിച്ച് കിട്ടുന്നത് മാത്രം മതിയോ? നമ്മൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഈ സ്പോർട്സ് ഒക്കെ കൊണ്ടുപോകുന്നത്. എന്റെ പീരീഡ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ കാണാം അങ്ങോട്ട് സ്പോർട്സിന് പോകുന്നത്. നിങ്ങൾക്ക് വേറുള്ള പീരീഡ് ഒന്നും ഇങ്ങനെ സ്പോർട്സിനൊന്നും പോകണ്ടേ? എന്റെ സബ്ജക്റ്റിൽ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ ഇങ്ങനെ. പിന്നെ കുറച്ച് പേര് ഉറങ്ങാൻ വരുന്നു. ഇത് ശരിക്കും നിങ്ങളുടെ വീട്ടിലെ റൂം അല്ല നിങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങാനായിട്ട്. ഇനി ആരെങ്കിലും ഇതുപോലെ ഉറങ്ങുന്നുണ്ടത് എന്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ഞാൻ ഇനി ക്ലാസ് കേട്ടത്തില്ല. നേരെ പ്രിൻസിപ്പളിന്റെ റൂമിൽ കൊണ്ടുപോകും. അവിടുന്ന് അടിയും മേടിച്ചു തരും. പിന്നെ പാരന്റ്സിനെ കണ്ടിട്ട് അകത്തോട്ട് കയറിയാൽ മതി. കുറച്ച് പേര് മേക്കപ്പ് ഇടാനായിട്ട്. എന്തുവാ ഈ മേക്കപ്പ് ഇടുന്ന നേരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 അക്ഷരം പഠിക്കരുതോ? കണ്ണും ഐലൈനറും ഒക്കെ വരച്ച് ഇവിടം തൊട്ട് തലേ വരെ കുറിയൊക്കെ ഇടുന്നുണ്ടല്ലോ. ഈ നേരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 അക്ഷരം ഇരുന്ന് പഠിക്കരുതോ? ഈ സാധനം ആരുടെയാ? ഈ ക്ലാസ്സിൽ ആരുടെയാ? ഇന്നലെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ക്ലാസ് റൂമിൽ കിടന്ന് കിട്ടിയതാ. ഇത് ലിപ്സ്റ്റിക്കാ സാധനം. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വന്ന് ലിപ്സ്റ്റിക് ഇടാനും അതിനും ഇതിനും ഒക്കെ സമയമുണ്ട്. 4 അക്ഷരം പഠിക്കാനോ പറ്റത്തില്ല. ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരത്തില്ല. സജിമോള് സ്റ്റാൻഡപ്പ് എണീറ്റ് നിന്നേ. താൻ ഇവിടെ ഇരുന്നും പഠിക്കത്തില്ല, വീട്ടിലും പോയാൽ ഒരു അക്ഷരം പഠിക്കുന്നില്ലെന്നാണല്ലോ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത്. ഫുൾ ടൈം ഉറക്കവും TV കാണലും മാത്രമേ ഉള്ളൂ വീട്ടിൽ ചെന്നാലെന്നാണല്ലോ വീട്ടിൽ നിന്ന് പറയുന്നത്. എന്തുവാടോ നിങ്ങൾക്കൊന്നും രക്ഷപ്പെടണമെന്നില്ലേ? പായ എവിടെയെങ്കിലും ചാരി വെച്ചേക്കുന്നുണ്ടോ അവിടെ നിന്ന് ഉറങ്ങുമെന്നാണല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞത്. ആണോ? സത്യമാണോ അത്? നിങ്ങളൊക്കെ പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടികളാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഞങ്ങൾക്ക് മാത്രമല്ല പിടികിട്ടാത്തത്, നിങ്ങളുടെ പാരന്റ്സിന് പോലും പിടികിട്ടുന്നില്ല. നിങ്ങൾ ഏത് ലോകത്താ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്? എനിക്കറിയത്തില്ല. നിങ്ങളെന്ന് പഠിപ്പിക്കുന്ന അന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ ഈ തലേദിവസം എക്സാമിന്റെ തലേദിവസം വെക്കുന്നതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് പകുതി പ്രശ്നങ്ങൾ വരുന്നത്. അറിയാൻ വയ്യെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ കുട്ടികൾ എന്തുവാടോ അവിടെ പഠിക്കുന്ന കാര്യങ്ങളോ പറഞ്ഞാൽ നിങ്ങൾ ആരും കേൾക്കത്തുമില്ല, മൈൻഡ് പോലും ചെയ്യത്തില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കും. ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന് വായിട്ട് അലക്കുമല്ല. നിങ്ങളുടെ ഭാവി നല്ലതാവട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഇവിടെ കിടന്ന് ഓരോന്ന് പറയുന്നത്.